എൻ്റെ ഇത്രയും കാലത്തെ ഒരാഗ്രഹം പൂവണിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കഥ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞ സ്വപ്നറാണിയും വാണറാണിയുമായിരുന്നു ലവ്ലി ആൻറ്റി. എൻ്റെ ബന്ധത്തിൽ തന്നെയുള്ള ആൻറ്റി. വയസ്സ് 46. കുറേ നാൾ പരിശ്രമിച്ചു ആൻറ്റിയെ ഒന്ന് മെരുക്കിയെടുക്കാൻ. എന്നാലും വിഷമമില്ല. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് അവളോട്. ഞാൻ അവൾ എന്ന് വിളിക്കുന്നത് ലവ്ലി എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ്. ലവ്ലി ആൻറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ പുറത്ത് ഒരു കുലസ്ത്രീയും എൻ്റെ കൂടെ എൻ്റെ കളിക്കൂട്ടുകാരിയുമായിരുന്നു. ഞാൻ എന്നും അവളുടെ കൂടെ തന്നെയായിരുന്നു, ഇരിപ്പും കിടപ്പും. ഞാൻ ആദ്യമായി ലവ്ലി ആൻറ്റിയെ കണ്ട നിമിഷം തൊട്ടിട്ടുള്ള കഥയാണ് പറയാ കേട്ടോ. ശരിക്കും പറഞ്ഞ തേനൂറുന്ന ഒരുതരം കളറ് തന്നെയായിരുന്നു അവർക്ക്. എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് താമസം. കെട്ടിയോൻ, അതായത് അങ്കിൾ, കർണാടകയിലാണ് ജോലി. അതുകൊണ്ട് തന്നെ അങ്ങേര് വല്ലപ്പോഴും ഒന്ന് വരൂ, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. ലവ്ലി ആൻറ്റി ഒറ്റയ്ക്കാണ് താമസം. ആൻറ്റിക്ക് നല്ല വെളുത്ത് തുടുത്ത നല്ല കളറുള്ള എന്ന് പറയാം പഞ്ഞിക്കെട്ടുകളാണ് അവർ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പഞ്ഞിക്കെട്ടുകളോട് ഒരു ഭയങ്കര ആഗ്രഹവും അത്യാർത്തിയുമായിരുന്നു. ഞാനിപ്പം ആൻറ്റിയെ പരിചയപ്പെട്ടിട്ട് ഒരു 5 മാസമാകുന്നു. ഈ 5 മാസത്തിൻ്റെ ഉള്ളിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഭർത്താവ് അവധിക്ക് വന്നപ്പോൾ വരെ അവൾ എന്നോടൊപ്പം തന്നെയായിരുന്നു. ഞങ്ങൾ പറഞ്ഞ എനിക്ക് അവളൊരു കാമുകിയെ പോലെ തന്നെയാണ്. ഒരു ദിവസം അതിരാവിലെ ലവ്ലി ആൻറ്റി എൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി ആ വരവിൻ്റെ ഉദ്ദേശം എന്നെക്കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കാൻ. എന്നാലും സാരമില്ല, ലവ്ലിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആൻറ്റി നേരെ എൻ്റെ റൂമിലേക്ക് കയറി വന്ന്. നല്ല സുഗന്ധമുണ്ടായിരുന്നു ആൻറ്റിയുടെ ആ വരവിന്. ആൻറ്റി ചോദിച്ചു, എടാക്കോ നീ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വന്നേ, ആ പൈപ്പിന് എന്തോ കംപ്ലൈൻ്റ് ആടാ, നീ ഒന്ന് വന്ന് നോക്കിക്കേ. ഞാനൊരു പുച്ഛത്തോടെ ആൻറ്റിയെ നോക്കി. എന്നാലും എൻ്റെ മനസ്സിൽ ആൻറ്റിയെ വിളയ്ക്കാനുള്ള അതിതീവ്ര ശ്രമമായിരുന്നു. ഞാൻ വരാം എന്ന് പറഞ്ഞു. അർജൻറ്റാണോ? ആൻറ്റി, ആടാ വെള്ളം വരുന്നില്ലടാ. അക്കു, നീ ഒന്ന് വന്ന് നോക്കിക്കേ, ഞാനിപ്പോൾ വരാം, ഒരു 10 മിനിറ്റ്. ആൻറ്റി ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. ആദ്യമായിട്ട് ആൻറ്റിയെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ അടിപൊളി അവരെ നോക്കി. ഇനി അടുക്കാനുള്ള ഒരു നല്ല ചാൻസ് ആയിരിക്കും ഇതെന്ന് ഞാൻ ഓർത്തു. ലവ്ലി വീട്ടിലാണെങ്കിൽ സീവ്ലെസ് നൈറ്റി ആയിരിക്കും. അതിൽ ആൻറ്റി കാണാൻ അതിസുന്ദരി തന്നെയാണ്. ആൻറ്റിക്ക് നല്ല ബോഡി ഷേപ്പ് ഉള്ളതുകൊണ്ട് എല്ലാം തെളിഞ്ഞു കാണുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാലോചിച്ച് ഞാൻ അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. ബോക്സറും ടീഷർട്ടുമാണ് എൻ്റെ വേഷം. ഞാൻ അവിടെ എത്തി. കാളിമ്പല്ല് തുറന്ന് കയറിയപ്പോൾ തന്നെ ആൻറ്റി ഒരു ചുവന്ന മാക്സി ഇട്ടുകൊണ്ട് സോഫയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നു. എൻ്റെ കണ്ണുകൾ ആൻറ്റിയുടെ സൗന്ദര്യത്തെ ഒഴിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ കയറ്റം ആൻറ്റി, ആഹാ പേടിച്ച് പോയലോടെ ചെറുക്കുക, നീ ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ അകത്തേക്ക് കയറാൻ? ഓ പിന്നെ പൈപ്പ് ശരിയാക്കണ്ടേ? ഞാൻ ചോദിച്ചു. ആടാ വേണടാ, ഇരിക്കി, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം. ലവ്ലി പൊതുവേ നല്ല ഒരു ആൻറ്റിയാണ്. ഇടയ്ക്കൊക്കെ ഡബിൾ മീനിങ് ആയിരിക്കും എന്നോട് സംസാരിക്കുക. അത് കേട്ടാലറിയാം ആൻറ്റിക്ക് അടങ്ങാത്ത വികാരമാണെന്ന്. ലവ്ലി ആൻറ്റി നടന്നു പോകുന്നതും നോക്കി ഞാൻ അങ്ങ് ഇരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒളിപ്പിച്ച ചരുവം അങ്ങ് ആടി ഉലയുന്നതും കണ്ടു. എനിക്ക് ചായ എടുക്കാനുള്ള അടുക്കളയിലേക്കുള്ള പോക്ക്. ആൻറ്റി പോയി കുറച്ച് നേരം കൂടി ഞാൻ അവിടെ ഇരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് ആൻറ്റിയെ നോക്കാൻ വണ്ണം അടുക്കളയിലേക്ക് പോയി. ഞാൻ ചോദിച്ചു, ഈ പൈപ്പാണോ ആൻറ്റി ലീക്കുള്ളത് നല്ലോണം? ആൻറ്റി പറഞ്ഞു, ആടാ
നീ ഒന്ന് നോക്കിക്കേ. ഞാൻ ചെന്നു പൈപ്പിൽ കൈവച്ചു. പൈപ്പ് പൊട്ടി. ശബ്ദം ശക്തമായി. വെള്ളമാണെങ്കിൽ ചീറ്റുന്നുണ്ടായിരുന്നു. ശക്തമായ വെള്ളം പെട്ടെന്ന് പൈപ്പ് പൊട്ടി വന്നതുകൊണ്ട് ഞാനും ആൻറ്റിയും മൊത്തം നനഞ്ഞു കുതിർന്നു. ആൻറ്റി ഓടി ചെന്ന് പൈപ്പ് ഓഫ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ആൻറ്റി നനഞ്ഞു ഒട്ടിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമോനൊന്ന് ഉയർന്നു നിൽക്കുന്നത് ആൻറ്റിയും ശ്രദ്ധിച്ചു. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞുമോനെ നോക്കുന്നുണ്ടായിരുന്നു. അതെനിക്കും മനസ്സിലായി. ആൻറ്റി പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ തൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് തന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ആൻറ്റിക്ക് എൻ്റെ കുഞ്ഞുമോനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ആൻറ്റി ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു, എന്തുവാടാ ഇത്? ഇനി ഈ പൈപ്പും പെട്ടെന്ന് പൊട്ടിപ്പോകുമോ? അത് ചോദിച്ചതും ഞാൻ നാണത്തോടെ ഒന്ന് തല താഴ്ത്തി നിന്നു. ഞാൻ പറഞ്ഞു, ആൻറ്റി, ഞാൻ ആകെ നനഞ്ഞു പോയി, അതുകൊണ്ടായിരിക്കും. ഞാൻ നിനക്കൊരു തോർത്തെടുത്ത് കൊണ്ടുവരാം. എന്ത് ചെയ്യാനാ ആൻറ്റി? പെട്ടെന്ന് ആൻറ്റിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഈ പൈപ്പ് TMT ആണ്, പെട്ടെന്നൊന്നും പൊട്ടില്ല കേട്ടോ ആൻറ്റി എന്നർത്ഥം വെച്ചു ഞാനും പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ആൻറ്റി ഒന്നെൻ്റെ തോളൽ തട്ടിക്കൊണ്ട് പോയി. തിരിച്ച് ആൻറ്റി തോർത്തുമായി കയറി വന്നു. ഞാൻ മനസ്സിലോർത്തു, ആൻറ്റിയെ അങ്ങ് കയറി പിടിച്ചാലോ എന്ന്. വേണ്ട, ആൻറ്റിയെ ഞാൻ സ്നേഹത്തോടെ നോക്കി കണ്ട് ചെയ്താൽ മതിയെന്ന് തോന്നി. ആൻറ്റി എൻ്റെ നേരെ തോർത്ത് നീട്ടി. ഇതാടാ നിൻ്റെ തോർത്ത്, ഇത് കൊടുക്കടാ. ഒരു വിധത്തിൽ ഞാൻ ആ നനഞ്ഞ ഡ്രസ്സ് ഊരി ആൻറ്റിക്ക് കൊടുത്തു. തോർത്ത് എൻ്റെ പകുതി വരെ എത്തുന്നുള്ളൂ, ഒരു വിധത്തിൽ ഉടക്കാം എന്ന് വിചാരിച്ചു. നനഞ്ഞ തുണികൾ ഞാൻ അഴിച്ച് ആൻറ്റിക്ക് കൊടുത്തു. ആൻറ്റി ആകെപ്പാടെ എന്നെ ഒന്ന് നോക്കി പതുക്കെ പോയിട്ട് ആ ഫ്രണ്ട് ഡോർ ഒന്ന് അടച്ചു. എന്നിട്ട് തിരിച്ചു വന്നു. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ തന്നെ നല്ല രസമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് പെട്ടെന്ന് ആൻറ്റിയോട് കൂടെ കൂടാൻ വലിയ ആഗ്രഹം തോന്നി തുടങ്ങി. ഞാൻ പതുക്കെ തോർത്തിൻ്റെ ഇറക്കം കുറഞ്ഞത് കൊണ്ട് ആ ഒരു സംസാരത്തിൽ വീണു. ആൻറ്റി, വേറെ തോർത്തുണ്ടോ? ഇതെനിക്ക് ചേരുന്നില്ല, എല്ലാം കാണാം. ഇത് ഉടുത്താൽ നോക്കിക്കേ, എനിക്ക് പറ്റില്ല കേട്ടോ. നിൽക്കടാ, വേറെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു, വേറെ തോർത്ത് കിട്ടില്ലേ എന്ന്. ലവ്ലി ആൻറ്റി നല്ലോണം കാണട്ടെ എന്ന് കരുതി ആൻറ്റി മുറിയിലേക്ക് പോയി. ടൈമിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആ കുഞ്ഞുമോനെ ഞാൻ താലോലിക്കാൻ തുടങ്ങി. ഞാൻ ആലോചിച്ച്, എത്ര തോർത്ത് വന്ന് ഉടുത്താലോ എൻ്റെ കുഞ്ഞുമോൻ അടങ്ങി നിൽക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആൻറ്റിയും ഒന്ന് കണ്ടോട്ടെ. എടാ അക്കു. ഇല്ലടാ. ആ ശബ്ദം കേട്ട് തിരിച്ചു നോക്കി. അക്കുവേ, വേറെ തോർത്തൊന്നും കിട്ടുന്നില്ല, ഒക്കെ അലക്കി വിരിച്ചിട്ടിരിക്കുക. അത് സാരമില്ല, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. നിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഞാൻ ഉണക്കി തരാം. ഇതും പറഞ്ഞ് ഹാളിലേക്ക് വന്നു. ആൻറ്റി കണ്ടത് കുഞ്ഞുമോനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന എന്നെയാണ്. ആൻറ്റി പെട്ടെന്നൊന്ന് ഞെട്ടിയെന്ന് ആൻറ്റിയുടെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായി. ആൻറ്റി പറഞ്ഞു, പെട്ടെന്ന് എത്രയും ശബ്ദത്തിൽ പറഞ്ഞു, എന്താടാ ആൻറ്റിയെ? എടാ, എന്താടാ ഇത്? നിൻ്റെ കുഞ്ഞുമോൻ എന്താ നല്ല വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ. ഇത് കേട്ടതും ഞാൻ നാണത്തോടെ കിണുങ്ങി. ആൻറ്റിയുടെ നോട്ടം വീണ്ടും